ക്രിസ്ത്യാനികൾ ദയാവധത്തെ പിന്തുണയ്ക്കണമോ? ദയാവധത്തെക്കുറിച്ചുള്ള ക്രിസ്തീയ വീക്ഷണം. അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളും അസിസ്റ്റഡ് സൂയിസൈഡ് അല്ലെങ്കിൽ സഹായത്തോടുകൂടെയുള്ള ആത്മഹത്യ എന്ന് വിളിക്കുന്ന മാന്യതയോടുള്ള മരണം എന്ന ആശയത്തെക്കുറിച്ചുള്ള ബൈബിൾ നിർവചനം അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ലോകവീക്ഷണം എന്താണ്? ദയാവധം എന്ന വിഷയത്തിൽ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം മനസ്സിൽ സൂക്ഷിക്കേണ്ട 6 കാര്യങ്ങളും ദയാവധം അല്ലെങ്കിൽ മാന്യതയോടുള്ള മരണം എന്നതിന് അനുകൂലമായി വാദിക്കുന്ന ആളുകളുടെ 5 പ്രധാന വാദങ്ങളും ആ വാദങ്ങൾക്കുള്ള ക്രിസ്തീയ ഖണ്ഡനവുമാണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. 3 തരം അസിസ്റ്റഡ് സൂയിസൈഡുകളാണുള്ളത്. ഒന്നാമതായി TLS അഥവാ ടെർമിനേഷൻ ഓഫ് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നതാണ്. ഇതിൽ ഗുരുതരാവസ്ഥയിലായിരിക്കുന്ന രോഗിയെ ജീവനോടെ നിലനിർത്തുന്ന മെഡിക്കൽ ഉപകരണങ്ങളുടെ പ്രവർത്തനം നിർത്തലാക്കുന്നു. രണ്ടാമത്തേത് PAS ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് ആണ്. ഡോക്ടറുടെ സഹായത്തോടെയുള്ള ആത്മഹത്യ. ഇതിൽ ഡോക്ടർ ഒരു രോഗിക്ക് അവരുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള മാരകമായ ചില മരുന്നുകൾ നിർദ്ദേശിക്കുന്നതിലൂടെ അവരെ ആത്മഹത്യയിൽ സഹായിക്കുന്നു. മൂന്നാമത്തേത് യൂത്തനേഷ്യ. ഈ വാക്ക് യഥാർത്ഥത്തിൽ നല്ല മരണം എന്നർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇത് സാധാരണയായി ദയാവധം എന്നറിയപ്പെടുന്നു. ഒരാളെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചിപ്പിക്കാൻ മനഃപൂർവ്വം അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. ഒരു വ്യക്തി ഭേദമാക്കാനാവാത്ത ഒരു രോഗം ബാധിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സുഖം പ്രാപിക്കാൻ സാധ്യതയില്ലാത്ത അസഹനീയമായ വേദനയുടെ അവസ്ഥയിലായിരിക്കുമ്പോഴോ ആണ് ഇത് സാധാരണയായി ചെയ്യുന്നത്. സാധാരണയായി ഒരു രോഗിയുടെ സമ്മതത്തോടുകൂടി, എന്നാൽ ചിലപ്പോൾ രോഗിക്ക് അത്തരം ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ വ്യക്തമായ സമ്മതമില്ലാതെ തന്നെ രോഗിക്ക് മാരകമായ മരുന്നുകൾ നൽകി ഒരു ഡോക്ടറോ ഏതെങ്കിലും മെഡിക്കൽ പ്രൊഫഷണലോ ആണ് ദയാവധം നടത്തുന്നത്. വെയ്ൻ ഗ്രൂഡൻ തൻ്റെ ക്രിസ്ത്യൻ എത്തിക്സ് എന്ന പുസ്തകത്തിൽ ദയാവധത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് പരാമർശിക്കുന്നു. നെതർലൻഡ്സിലെ 1000കണക്കിന് വൃദ്ധരെ അവരുടെ സമ്മതം കൂടാതെ തന്നെ വധിച്ചു. അവർക്കൊന്ന് എതിർക്കുവാനോ എന്തെങ്കിലും ചെയ്യുവാനോ ഒരു മാർഗമില്ലായിരുന്നുവെന്ന് അദ്ദേഹം വിവരിക്കുന്നു. അതുകൊണ്ട് 3 തരത്തിലാണ് അസിസ്റ്റഡ് സൂയിസൈഡ് ഉള്ളത്. ഒന്ന്, ഒരു രോഗിയായ വ്യക്തിയെ ജീവനോടെ നിലനിർത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ സഹായം പിൻവലിക്കുന്നു. രണ്ടാമത്തേത്, ഡോക്ടർമാരോ മെഡിക്കൽ പ്രൊഫഷണൽസോ രോഗിക്ക് കഴിക്കാൻ ചില മരുന്നുകൾ നൽകുന്നു, അത് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. മൂന്നാമത്തേത്, മാരകമായ മരുന്നുകൾ കുത്തിവെച്ച് ഡോക്ടർ തന്നെ നേരിട്ട് ആ കൃത്യം നിർവഹിക്കുന്നു. ബൈബിളിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ഞാൻ എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഡോക്ടർമാർ എടുക്കുന്ന ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞയെക്കുറിച്ചാണ്. അത് ചരിത്രപരമായി ഡോക്ടർമാർ സ്വീകരിച്ച ധാർമ്മിക മാർഗനിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടമാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന പുരാതന ഗ്രീക്ക് വൈദ്യനായ ഹിപ്പോക്രട്ടസ് ആണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. പരമ്പരാഗത രൂപത്തിൽ ഈ പ്രതിജ്ഞ ഡോക്ടർമാർ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടമാണ്. തങ്ങളുടെ രോഗികൾക്ക് ഒരു ദോഷവും ചെയ്യുകയില്ലെന്നും അവരുടെ സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കുകയും സമഗ്രതയോടും അനുകമ്പയോടും കൂടി വൈദ്യശാസ്ത്രം പരിശീലിക്കുകയും ചെയ്യുമെന്നതാണ് ഈ പ്രതിജ്ഞ. ഞാനൊരു ഡോക്ടറല്ല, അതിനാൽ ഡോക്ടർമാർ എന്ത് ചെയ്യണമെന്ന് പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഈ സത്യപ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ അവർ രോഗികൾക്ക് ദോഷം ചെയ്യാൻ പാടില്ല എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ഒരു ഡോക്ടർ ഒരു ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുകയോ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഒരു വൃദ്ധനെയോ രോഗിയായ ഒരു വ്യക്തിയെയോ കൊല്ലുന്നതിൽ ഉൾപ്പെടുമ്പോൾ അത് ബൈബിളിനെതിരാകുക മാത്രമല്ല, ഒരു ഡോക്ടർ ആകുമ്പോൾ എടുക്കുന്ന സത്യപ്രതിജ്ഞയ്ക്കുമെതിരാണ്. ആളുകളെ ഉപദ്രവിക്കുകയല്ല, മറിച്ച് ആളുകളെ സുഖപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യാം എന്നാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. ഇനി ബൈബിൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ബൈബിൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. മനുഷ്യജീവൻ ഒരു പവിത്രമായ ദാനമാണ്. ഒരു ജീവൻ മനഃപൂർവ്വം എടുക്കാൻ പാടില്ല. മനുഷ്യജീവന് നന്മയും മൂല്യവുമുണ്ട്. അത് വ്യക്തിയുടെ പ്രവർത്തനശേഷിയെ ആശ്രയിച്ചല്ല. ഉദാഹരണത്തിന്, വൈകല്യമുള്ള അനേക ആളുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. വികലാംഗരല്ലാത്ത ഒരാളുടെ മൂല്യത്തെക്കാൾ ഒട്ടും കുറഞ്ഞതല്ല അവരുടെ മൂല്യം. എല്ലാ വികലാംഗരെയും നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല. ഒത്തിരി ദരിദ്രരായ ആളുകളുണ്ട്. സർക്കാർ സഹായത്തിൽ ജീവിക്കുന്ന ചിലരുണ്ട്. അവർ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നു. അവരും വിലപ്പെട്ടവരായതിനാൽ നമ്മൾ അങ്ങനെയുള്ളവരെ ഇല്ലാതാക്കുന്നില്ല. അവർ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്.
അതിനാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തി ആരെങ്കിലും ആശ്രയിച്ചാണ് ജീവിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ ശരീരത്തിന് പൂർണ്ണ പ്രവർത്തനക്ഷമതയില്ലെങ്കിലും, കയ്യോ കാലോ കണ്ണുകളോ ഇല്ലെങ്കിലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവരും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. അതിനാൽ അതിനെ അടിസ്ഥാനമാക്കി ഗർഭചിത്രം, ദയാവധം എന്നീ പ്രശ്നങ്ങൾ നാം വിലയിരുത്തേണ്ടതുണ്ട്. അതിനായി നമുക്ക് ബൈബിളിലേക്ക് ശ്രദ്ധയെത്തിരിക്കാം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, നാം നേരിടുന്ന മരണം ഒരു ശത്രുവാണ്, അതേസമയം ജീവിതത്തിൻ്റെ ഒരു സാധാരണ ഭാഗവുമാണ്. മരണം ദൈവത്തിൻ്റെ യഥാർത്ഥ പദ്ധതിയുടെ ഭാഗമല്ലായിരുന്നു. അത് പാപം നിമിത്തമാണ് ലോകത്തിലേക്ക് വന്നത്. എന്നാൽ മരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സ്വാഭാവിക ഭാഗമാണെന്നും ബൈബിൾ വ്യക്തമാക്കുന്നു. ഓരോ വ്യക്തിക്കും സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണിത്. അതിനാൽ മരണം നമ്മുടെ ശത്രുവാണ്, പാപം മൂലമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാധാരണ ഭാഗവുമാണ്. മൂന്നാമതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ജീവൻ എടുക്കുന്നത് പാപമാണ് എന്ന് പുറപ്പാട് 20:13 കാണുന്നു. കൊല്ലുന്നതും മരിക്കാൻ അനുവദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന്, സജീവമായി ഒരാളെ കൊല്ലുന്നതും നിഷ്ക്രിയമായി ആളുകളെ മരിക്കാൻ അനുവദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് എന്ന് പൗലോസ് പറഞ്ഞു. മരണം ഒരു ശത്രുവാണെങ്കിലും പൗലോസ് അതിനെ ചെറുക്കുന്നില്ല എന്നാണ് ഇതിനർത്ഥം. എന്നാൽ വിശ്വാസികൾക്ക് മരണം ഒരു വാതിലാണ്. അതിനാൽ ഒരാളെ സമാധാനത്തോടെ മരിക്കാൻ അനുവദിക്കുന്നതും ഒരാളുടെ ജീവിതം മനഃപൂർവ്വം അവസാനിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നാം മനസ്സിലാക്കേണ്ട നാലാമത്തെ കാര്യം, ദൈവത്തിന് മാത്രമേ ജീവിതം അവസാനിപ്പിക്കാൻ കഴിയൂ എന്നാണ്. മരിക്കാൻ നമുക്ക് നിയമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മരിക്കും. എബ്രായർ 9:27 പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മരണപ്രക്രിയ അതിൻ്റെ വഴിക്ക് പോകാൻ നാം അനുവദിക്കണം. നമ്മളെല്ലാവരും മരിക്കാൻ പോകുന്നു. സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം 10 പേരും മരിക്കും. അതിനാൽ ജീവിതം അവസാനിപ്പിക്കാൻ അധികാരമുള്ള ഒരേ ഒരു വ്യക്തി ദൈവമാണെന്നാണ് ഇതിനർത്ഥം. അഞ്ചാമത്തെ കാര്യം, ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ മരിക്കുന്നവരെ പരിപാലിക്കാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ഏറ്റവും ദുർബലരായവരെ പരിപാലിക്കാൻ നമുക്ക് കൽപ്പനയുണ്ട്. ആരാണ് ഏറ്റവും ദുർബലരായവരെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? അതെ, ഒരമ്മയുടെ ഉദരത്തിലുള്ള ഒരു കുഞ്ഞും നമുക്ക് ചുറ്റുമുള്ള വൃദ്ധരുമാണവർ. നമ്മളിൽ പലരും ക്രിസ്ത്യാനികളല്ലാത്തതിനാൽ ഇന്ന് നമ്മുടെ സംസ്കാരത്തിൽ കുട്ടികളെയും പ്രായമായവരെയും ഇല്ലാതാക്കാനുള്ള പ്രവണത കൂടി വരുന്നതായി തോന്നുന്നു. അതിനാൽ നിങ്ങളുടെ ചിലവിൽ ആരെങ്കിലും പരിപാലിക്കുക, ആരെങ്കിലും നിങ്ങളെ ആശ്രയിച്ച് കഴിയുക എന്ന ആശയം ഒരു ഭാരമായും അസൗകര്യമായും തോന്നുന്നു. അതിനാൽ അതിനുള്ള ഒരു പരിഹാരമായി നാം കാണുന്നത് അവരെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നതാണ്. എന്നാൽ ബൈബിളിന് അതിനെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു നിലപാടാണുള്ളത്. അംഗവൈകല്യമുള്ളവർ, മുടന്തർ, അനാഥർ, ദരിദ്രർ, വൃദ്ധർ, ശിശുക്കൾ എന്നിങ്ങനെ ഏറ്റവും ദുർബലരായവരെ പരിപാലിക്കാൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. മരണത്തെക്കുറിച്ച് നാം മനസ്സിൽ കരുതേണ്ട ആറാമത്തെ കാര്യം, കഷ്ടതയ്ക്ക് ഒരു വീണ്ടെടുക്കൽ മൂല്യമുണ്ടെന്നുള്ള ഒരു ധ്വനി ബൈബിളിൽ ഉണ്ടെന്നതാണ്. ഇതിനർത്ഥം നാം കഷ്ടത ആസ്വദിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നല്ല. നമുക്ക് കഷ്ടത ഇഷ്ടമല്ല, എന്നാൽ യേശു സഹിച്ച കഷ്ടതയാണ് നമുക്ക് രക്ഷ നൽകിയത്. കഷ്ടത നമ്മെ നിർവചിക്കുന്നില്ല, അത് നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം കഷ്ടത അനുഭവിക്കുമ്പോൾ ദൈവം നമ്മെ രൂപപ്പെടുത്തുന്നു. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ദൈവം നമ്മുടെ സ്വഭാവത്തെയും രൂപാന്തരപ്പെടുത്തുന്നു. ഇനി ദയാവധത്തിന് അനുകൂലമായി നിരത്തുന്ന 5 വാദങ്ങൾ ഇതാണ്. ഒന്നാമത്തേത് സ്വയംഭരണവാദമാണ്. ഇതിൽ വ്യക്തികൾക്ക് അവരുടെ മരണത്തിൻ്റെ സമയവും രീതിയും തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്ന് വാദിക്കുന്നു, പ്രത്യേകിച്ച് മാരക രോഗങ്ങളുടെയും വേദനയുടെയും സാഹചര്യത്തിൽ. ആദ്യം ഒരുപക്ഷെ ഇത് ശരിയാണെന്ന് നാം ചിന്തിച്ചേക്കാം. എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ജീവിതം ദൈവത്തിൻ്റെ ഒരു പവിത്രമായ ദാനമാണെന്നും അത് അവസാനിപ്പിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂവെന്നും നമ്മൾ വിശ്വസിക്കുന്നു. സ്വയംഭരണ തത്വം പ്രധാനമാണ്, പക്ഷേ ദൈവത്തിൻ്റെ പരമാധികാരവും ധാർമ്മിക നിയമങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിലൊത്തിരി പരിമിതികളുണ്ട്. നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നതിന് എപ്പോഴും പരിധികളുണ്ട്. ഉദാഹരണത്തിന്, ഇതെൻ്റെ ശരീരമാണ്, എൻ്റെ ഇഷ്ടം എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, സാങ്കേതികമായി നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, പല രാജ്യങ്ങളിലും വേശ്യാവൃത്തി നിയമവിരുദ്ധമാണ്.
മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. അപ്പോൾ അത് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ഇഷ്ടവുമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം ചില കാര്യങ്ങൾ നിയമവിരുദ്ധമാകുന്നത്? കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പോലും ചില പരിധികളുണ്ടെന്ന് മനസ്സിലാക്കുക. ബൈബിൾ 1 കൊരിന്ത്യർ 6:19-20 വാക്യങ്ങളിൽ പറയുന്നു, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെതാണ്. യേശുവിനെ അനുഗമിക്കുന്നതിൽ നമ്മെ തന്നെ ത്യജിക്കാൻ യേശു പറഞ്ഞു. ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർ മരിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല, മറിച്ച് ദൈവം തീരുമാനിക്കുന്ന കാര്യമാണ്. അതായത് നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്നു. നമ്മൾ മരിക്കണമെന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ടമല്ലെന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ യഥാർത്ഥ പദ്ധതിയിൽ മരണമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ തകർന്ന ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം തൻ്റെ പരമാധികാരത്തിൽ മരണത്തിനായി തിരഞ്ഞെടുക്കുന്ന ഒരു പ്രത്യേക സമയമുണ്ട്. നാം അതിന് കീഴടങ്ങുന്നു. രണ്ടാമത്തെ വാദം അനുകമ്പവാദമാണ്. ദുരിതം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ മരിക്കാൻ സഹായിക്കുന്നത് അവരെ അസഹനീയമായ വേദനയിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു കാരുണ്യ പ്രവൃത്തിയായി കാണാൻ കഴിയുമെന്നാണ് ഇവിടെ വാദിക്കുന്നത്. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? കരുണ അല്ലെങ്കിൽ അനുകമ്പ എന്നത് നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങളുടെ കാതലായ ആശയമാണെങ്കിലും അത് നമുക്ക് പരിചരണത്തിലൂടെയും പിന്തുണയിലൂടെയും സ്നേഹത്തിലൂടെയും പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വാദിക്കുന്നു. ദൈവം തന്ന ജീവൻ എന്ന ദാനത്തിൻ്റെ പവിത്രതയെ ബഹുമാനിച്ചുകൊണ്ട് കാരുണ്യപരമായ ബദലുകളായി പരിചരണവും ആശുപത്രി സേവനങ്ങളും ക്രിസ്ത്യാനികൾ മുന്നോട്ട് വയ്ക്കുന്നു. മരണത്തിന് കാരണമാകാതെ കഷ്ടപ്പാടുകളും വേദനയും ശമിപ്പിക്കുക എന്ന ഉദ്ദേശത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. കാരണം ഒരു വ്യക്തിയെ മരണത്തിലേക്ക് നയിക്കുക എന്നത് ധാർമ്മികമായി അസ്വീകാര്യമാണ്. സ്വാഭാവികമായി മരണം സംഭവിക്കാൻ അനുവദിക്കുന്നതും സജീവമായ ഒരു വ്യക്തിയെ മരണത്തിലേക്ക് നയിക്കുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. മൂന്നാമത്തെ വാദം ജീവിത നിലവാരത്തെക്കുറിച്ചുള്ള വാദമാണ്. രോഗമോ കഷ്ടതയോ മൂലം ഒരു വ്യക്തിയുടെ ജീവിത നിലവാരം കുറയുന്നുവെന്നും അവർക്ക് ജീവിതം അവസാനിപ്പിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ആളുകൾ വാദിക്കുന്നു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ശാരീരിക ആരോഗ്യ ശേഷികളെയോ ജീവിത നിലവാരത്തെയോ അടിസ്ഥാനമാക്കിയല്ല നമ്മൾ ഒരു ജീവനെ വിലമതിക്കുന്നത്. കഷ്ടത നമുക്ക് പ്രയാസമുളവാക്കുന്ന കാര്യമാണെങ്കിലും അതിന് ആത്മീയ പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും ആഴം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. എൻ്റെ കൗമാരപ്രായത്തിൽ എന്നെ മറ്റുള്ളവർ ഉപദ്രവിക്കുകയും കളിയാക്കുകയും ചെയ്തതിനാൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് വാദിക്കുന്നത് പോലെയാകും ഇത്. വാസ്തവത്തിൽ കുറേ കാലത്തേക്ക് ഞാൻ അങ്ങനെയുള്ള ചിന്തകളെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. എന്നാൽ ആ ചിന്തകൾ പിശാചിൽ നിന്നുള്ളതായിരുന്നു. കർത്താവ് ഒടുവിൽ എൻ്റെ ജീവിതത്തിൽ രോഗശാന്തി കൊണ്ടുവന്നു. എൻ്റെ തലവേദന മാറി. പക്ഷേ എൻ്റെ കണ്ണുകൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ കർത്താവ് എന്നിൽ ഒരു പുരോഗതിയും മാറ്റവും കൊണ്ടുവന്നു. അതിനാൽ ജീവിത നിലവാരത്തെക്കുറിച്ചുള്ള ഈ വാദം യഥാർത്ഥത്തിൽ പൂർണ്ണമായി പരാജയപ്പെടുന്നു. കാരണം നമ്മുടെ മൂല്യം നമ്മുടെ ജീവിത നിലവാരത്താൽ നിർണ്ണയിക്കപ്പെടുന്നില്ല. ക്രിസ്തു സുവിശേഷ നിമിത്തം ജയിലിൽ കിടക്കുന്നവരുണ്ട്. അവർ ജീവിതം അവസാനിപ്പിക്കണോ? ബുദ്ധിമാന്ദ്യവുമായി ജനിച്ചവരുണ്ട്. അംഗവൈകല്യം സംഭവിച്ചവരും അപകടത്തിൽ തളർന്നുപോയവരുമുണ്ട്. നമ്മൾ അവരെല്ലാം ഇല്ലാതാക്കണോ? ഒരാളുടെ സന്തോഷം എല്ലായ്പ്പോഴും അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ടുള്ളതല്ല എന്നതാണ് വാസ്തവം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ മികച്ചതായി കരുതുന്ന ജീവിത നിലവാരം അവർ അനുഭവിക്കുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ അവരുടെ സന്തോഷം കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെ മൂല്യത്തെ അതിൻ്റെ ഗുണനിലവാരത്തിലേക്കോ ഒരാളുടെ പ്രവർത്തനക്ഷമതയിലേക്കോ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ശാരീരിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലോ ചുരുക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമത്തെ വാദം അന്തസ്സോടെയുള്ള മരണം എന്ന വാദമാണ്. ദീർഘകാല വേദനയും മരണപ്രക്രിയയും സഹിക്കുന്നതിനു പകരം അന്തസ്സോടെ മരിക്കാനുള്ള ആഗ്രഹമാണ് ദയാവധത്തെ അനുകൂലിക്കുന്നവർ പറയുന്ന മറ്റൊരു കാരണം. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അതിനുള്ള എൻ്റെ പ്രതികരണം, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനായിരിക്കുന്നതിൻ്റെ ഒരു അന്തസ്സുണ്ട്. ഒരു രോഗം കൊണ്ടോ ആരെങ്കിലും ആശ്രയിക്കുന്നത് കൊണ്ടോ ആ അന്തസ്സിന് ഒരു കുറവും ഉണ്ടാകുന്നില്ല. അതിനാൽ ഞാനൊരു മനുഷ്യനായിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്, അതാണ് അന്തസ്സ് എന്ന ആശയത്തോട് യോജിക്കാൻ കഴിയുകയില്ല. എൻ്റെ സുഹൃത്തെ, നമ്മുടെ അന്തസ്സ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുതയിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. നമ്മൾ രോഗിയായതുകൊണ്ടോ പരിചരണത്തിനായി ആരെങ്കിലും ആശ്രയിക്കുന്നത് കൊണ്ടോ ആ അന്തസ്സ് കുറയുന്നില്ല. ഒരു കുഞ്ഞ് മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ മാതാവിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്.
ജനനത്തിന് ശേഷവും വർഷങ്ങളോളം മാതാപിതാക്കളെ ആശ്രയിച്ചാണ് ഒരു കുഞ്ഞ് ജീവിക്കുന്നത്. നമ്മെ ആശ്രയിക്കുന്നത് കൊണ്ട് ആ കുഞ്ഞ് വില കുറഞ്ഞവനോ മാന്യത കുറഞ്ഞവനോ ആകുന്നില്ല. നിങ്ങൾ ആയിരിക്കുന്ന രോഗാവസ്ഥയോ മറ്റുള്ളവരിൽ ആശ്രയിക്കുന്ന സാഹചര്യമോ കണക്കിലെടുക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ മാന്യത ഉണ്ടെന്ന് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ഞങ്ങൾ ഊന്നി പറയുന്നു. സ്വാഭാവിക മരണത്തിലും മരണപ്രക്രിയയിൽ കൂടെ നിൽക്കുന്ന വിശ്വാസികളുടെ സമൂഹം നൽകുന്ന ആത്മീക പിന്തുണയിലും മാന്യതയുണ്ട്. 5-ാമത്തെ വാദം ഭാരം കുറയ്ക്കൽ എന്ന വാദമാണ്. കുടുംബാംഗങ്ങൾക്കോ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിനോ ഒരു ഭാരമാകുന്നത് ഒഴിവാക്കാൻ മരണം തിരഞ്ഞെടുക്കുന്നത് ഒരു മാർഗമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ പ്രതികരണം ഇതാണ്. ബൈബിൾ പഠിപ്പിക്കുന്നത് സമൂഹത്തെ വിലമതിക്കുവാനും സേവിക്കുവാനും പരസ്പരം പരിപാലിക്കുവാനും കരുതുവാനുമാണ്, പ്രത്യേകിച്ച് ദുർബലരായവരെ. മറ്റുള്ളവർക്കോ സമൂഹത്തിനോ മേൽ ഒരാൾ എത്ര തന്നെ ഭാരമായാലും ജീവൻ വിലമതിക്കപ്പെടേണ്ടതാണ്. ഉപസംഹാരമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ജീവനെ സ്നേഹിക്കുന്നു. സമൃദ്ധമായ ജീവൻ നൽകാനും നിത്യജീവൻ നൽകാനുമാണ് യേശു വന്നത്. എന്നാൽ നമ്മൾ മരണത്തെ ഭയപ്പെടുന്നില്ല. യഥാർത്ഥ മരണം ക്രൂശിൽ കീഴടക്കപ്പെട്ടു. മരണവാതിൽക്കൽ നിൽക്കുമ്പോൾ നമ്മൾ മരണത്തിൻ്റെ നിഴലിനെ അഭിമുഖീകരിക്കുന്നു. നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ വേദന ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ പ്രയാസകരമായ കാലഘട്ടങ്ങൾ വരുമ്പോൾ അത് സഹിക്കാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. എല്ലാ മേഖലകളിലും രോഗങ്ങളെ നേരിടാൻ കഴിയുന്ന രീതിയിലുള്ള ശാസ്ത്രത്തിൻ്റെ പുരോഗതിക്ക് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. എന്നാൽ രോഗശാന്തിയിൽ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരിക്കൽ മരിക്കുമെന്ന് നമുക്കറിയാം. മരണം വേദനാജനകമാണ്, അത് രസകരമല്ല. അത് ഈ ലോകം വിട്ട് അടുത്ത ലോകത്തേക്ക് പോകുക എന്നതാണ്. ഒരമ്മയുടെ ഉദരത്തിലുള്ള ഒരു കുഞ്ഞ് ആ ഒരു ലോകത്തിലാണ്. എന്നാൽ സമയമാകുമ്പോൾ ആ ലോകത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് ആ കുഞ്ഞ് വരും. അതിലൊരുപാട് വേദന ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ വേദനയ്ക്കൊപ്പം ഒരുപാട് സന്തോഷവും ഉണ്ടാകും. കാരണം ആ കുഞ്ഞ് നമ്മുടെ ലോകത്തേക്ക് വരാൻ പോകുന്നു. നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോഴും അതിൽ വേദന ഉൾപ്പെട്ടിട്ടുണ്ട്. ആ വേദന ലഘൂകരിക്കാൻ നമുക്ക് കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമുക്കൊരാളെ കൃത്രിമമായി മരണത്തിലേക്ക് നയിക്കാനോ മരണം വരിക്കാനോ അവകാശമില്ല. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെതാണ്. ആ കാഴ്ചപ്പാടോടെയാണ് നാം ജീവിക്കേണ്ടത്. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ പ്രായമായവരെയും ദുർബലരെയും മരണക്കിടക്കയിലായിരിക്കുന്നവരെയും പരിപാലിക്കാൻ നാം ഉത്സാഹിക്കണം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവച്ച ഈ കുറച്ച് ചിന്തകൾ നിങ്ങൾക്ക് വ്യക്തതയും മാർഗനിർദ്ദേശവും നൽകിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലായിരിക്കുന്നതിനാൽ നിങ്ങളൊരു തീരുമാനത്തിൻ്റെ താഴ്വരയിലാണെങ്കിൽ ക്രിസ്തീയ വീക്ഷണകോണിൽ നിന്നുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ ഇത് നിങ്ങൾക്ക് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ജീവന് വേണ്ടി പോരാടുന്നു. പക്ഷേ ചിലപ്പോൾ ഡോക്ടർമാർക്കും മെഡിക്കൽ പ്രൊഫഷണൽസിനും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സമയമുണ്ടായേക്കാം. എന്നാൽ ആ ആളുകളുടെ ജീവിതം അവസാനിപ്പിക്കരുത്. മരണത്തെ അഭിമുഖീകരിക്കുന്ന ആളുകൾക്ക് പരിചരണം, പിന്തുണ, വേദനയിൽ നിന്നുള്ള ആശ്വാസം എന്നിവയ്ക്കായി നാം വാദിക്കണം. ജീവിതത്തിൻ്റെ പവിത്രതയെ ബഹുമാനിക്കണം. നമ്മുടെ ഉദ്ദേശം വേദന ശമിപ്പിക്കുക എന്നതാണ്, മരണത്തിലേക്ക് നയിക്കുക എന്നതല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.